ഹായ് ഹലോ ഡിയേഴ്സ്, ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ അടുത്തൊക്കെ ജോയിൻ ചെയ്യാൻ പറയാം. ഹായ് അർച്ചിതൻ, ഹായ് അഞ്ജന, ഹലോ. ഇനി നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ജോയിൻ ചെയ്യാണ്ടെങ്കിൽ അവിടുത്തെ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാ. കാരണം നമ്മളുടെ ഇത് ലാസ്റ്റ് സെഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വരുന്നത്. ഇനി നമുക്ക് ആകെ മാരത്തോൺ മാത്രമേ വരുന്നുള്ളൂ. മാരത്തോണും ബൂസ്റ്റർ ലൈവും അത് എക്സാമിന്റെ തലേന്നും എക്സാമിന്റെ അന്നും ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ അതിനു മുന്നേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ലാസ്റ്റത്തെ 5 ചാപ്റ്റേഴ്സ് ആണ്. ഹലോ ഷാബ, ഹായ് ഷിബിൽ, ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളെ ലാസ്റ്റിലെ 5 ചാപ്റ്റേഴ്സ് ആണ്. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റിലെ 5 ചാപ്റ്റേഴ്സ്, ദാറ്റ് ഇസ് 6, 7, 8, 9 and 10. നമ്മളെ 6th ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ, 7th സ്ക്യൂനെസ് ആൻഡ് കുട്ടോസിസ്, 8th എന്ന് പറയുന്നത് പ്രോബബിലിറ്റി, 9th കണ്ടീഷണൽ പ്രോബബിലിറ്റി ആൻഡ് ഫൈനലി 10th ചാപ്റ്റർ എന്ന് പറയുന്നത് സാമ്പിളിംഗ് ടെക്നിക്സ്. സോ ഇത്രയും ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആണോ? ഹായ് പ്രദീപ്. എല്ലാവരും റെഡി ആണെങ്കിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരു ഹാർട്ടൊക്കെ ഇട്ടെ. ഓക്കെ. സോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പ്രോബ്ലംസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഇതിനു മുന്നേ വീഡിയോസ് എല്ലാം ചെയ്തതാണ്. നമ്മൾ ലൈവ് ക്ലാസ്സസ് എടുത്തതായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ചെയ്ത് വിടാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അത് കാരണം നിങ്ങൾ പെന്നും പേപ്പറും കാൽക്കുലേറ്ററും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരുന്നു. കാരണം അതെല്ലാം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കാണ് ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എക്സ്ക്ലൂസീവ്ലി ക്വസ്റ്റ്യൻസ് മാത്രം. അതിന്റെ അകത്ത് നമ്മൾ കോൺസെപ്റ്റ്സ് പറഞ്ഞു പോകും, അത്രേ ഉള്ളൂ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ഡിസ്പേർഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദി കോവേരിയൻസ് ബിറ്റ്വീൻ ദി ഗിവൺ വേരിയബിൾസ്. നമുക്ക് 2 വേരിയബിൾസ് തന്നിട്ടുണ്ട്, എക്സും വൈയും. ഇവര് തമ്മിലുള്ള കോവേരിയൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് എത്രയാണ് നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് എക്സ് എന്നുള്ളൊരു കോളം വേണം, വൈ എന്നുള്ള കോളം വേണം. പിന്നെ കോവേരിയൻസിന്റെ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സമേഷൻ എക്സ് വൈ ബൈ എൻ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. ഇതാണ് നമ്മളുടെ കോവേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിലേക്ക് വേണ്ടി നമുക്ക് ആരെയൊക്കെ ആവശ്യമുണ്ട്? നമുക്ക് സമ്മേഷൻ എക്സ് വൈ വേണം, എക്സ് ബാർ വേണം, വൈ ബാർ വേണം. സമ്മേഷൻ എക്സ് വൈ എന്ന് പറയുന്നത് ഈ ഓരോ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈ. സോ എക്സ് ഇൻറ്റു വൈ എന്നാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ട ടേബിൾ എക്സ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കോളം. സെക്കൻഡ് വൈ, എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, വൈ ഇവിടെ തന്നിട്ടുണ്ട്. സോ അത് രണ്ടും നമ്മൾ ഓരോ കോളം ആയിട്ട് എഴുതി. ആൻഡ് എക്സ് വൈ എന്ന് പറയുന്നത് 12 × 14 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 168 ആണ്. ദാറ്റ് ഇസ് 12 × 14 is equal to 168. 12 × 14 എന്ന് പറയുന്നത് 168 ആണ്. 12 × 14 is 168. 15 × 13 എന്ന് പറയുന്നത് 195 ആണ്. 18 × 17 എന്ന് പറയുന്നത് 306 ആണ്. ആൻഡ് 17 × 15 എന്ന് പറയുന്നത് 255. ആൻഡ് ഫൈനലി 20 × 13 is 260. സോ അങ്ങനെ നമ്മൾ എക്സ് വൈകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ സമ്മേഷൻ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1184 ആണ്. ദാറ്റ് ഇസ് 1184. ഇതാണ് നമ്മളുടെ സമ്മേഷൻ എക്സ് വൈ. സമ്മേഷൻ എക്സ് വൈ ആണത്. ഇത് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് വൈ. സോ ഇക്വേഷനിലേക്ക് വേണ്ട ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് വേണ്ടത്? എക്സ് ബാർ വേണം, വൈ ബാർ വേണം, എൻ വേണം. എൻ എന്ന് വെച്ചാൽ നമ്മളുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എൻ എന്ന് വെച്ചാൽ നമ്മളുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5. നമുക്ക് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 5 ഒബ്സർവേഷൻസ് വെച്ചാണുള്ളത്. സോ എൻ ഇസ് ഈക്വൽ ടു 5. ഇനി എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. സമ്മേഷൻ എക്സ് ബൈ എൻ ആണ് നമ്മൾ എക്സ് ബാർ മീന് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. സോ സമേഷൻ എക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഈ എക്സ് വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 82 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 82 ബൈ
നമ്മളുടെ n വാല്യൂസ് എത്രയാണ് 5 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16.4. 16.4 ആണ് നമ്മളെ എക്സ് ബാർ എന്ന് പറയുന്നത്. ഇനി y ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ y ബൈ n. സമ്മേഷൻ y നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്തപ്പോൾ സമ്മേഷൻ y കിട്ടിയിട്ടുണ്ട്. എത്രയാണ് 72. സോ 72 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 14.4. y ബാർ എന്ന് പറയുന്നത് 14.4 ആണ്. സോ നമ്മൾക്ക് എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. സമേഷൻ എക്സ് വൈ കിട്ടിയിട്ടുണ്ട്, എക്സ് ബാർ കിട്ടിയിട്ടുണ്ട് ആൻഡ് y ബാറും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അതെല്ലാം ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പൊ നമ്മളുടെ കൊവേരിയൻസിന്റെ ഇക്വേഷൻ എന്തായി? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സമേഷൻ എക്സ് വൈ എന്ന് പറയുന്നത് 1184 ആണ്. 1184 ഡിവൈഡഡ് ബൈ 5 മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 16.4 ഇൻറ്റു 14.4 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.64. നമുക്ക് കിട്ടുന്ന കൊവേരിയൻസ് എന്ന് പറയുന്നത് ഈ കേസിൽ 0.64 ആണ് നമ്മളുടെ കൊവേരിയൻസ്. ക്ലിയർ ആണോ? കുറെ ആൾക്കാരൊക്കെ പിന്നെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ അടുത്ത് പറയാം, പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാൻ പറയാം. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2 സെറ്റ്സ് ഓഫ് ഒബ്സർവേഷൻസ് ആർ ഗിവൺ. വല്ലോ മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സോ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ വരുമ്പോൾ നമുക്കറിയാം അത് എന്തിന്റെ ഇക്വേഷനിലേക്കാണ് അത് വരുന്നത്? അത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷനിലേക്കാണ് അത് എത്തുന്നത്. സോ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാല് മീൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഒന്നുകൂടി പറയോ നിഹ്ല മറിയം? ഓക്കെ. സോ നമ്മൾ കാണുന്നത് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ആണ്. കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ആണ് നമുക്ക് കാണേണ്ടത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: സമ്മേഷൻ എക്സ് വൈ ബൈ എൻ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. ഇതാണ് നമ്മൾ കൊവേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ നമുക്ക് സമ്മേഷൻ എക്സ് വൈ അറിയണം, എൻ അറിയണം, എക്സ് ബാർ അറിയണം, വൈ ബാർ അറിയണം. നമുക്ക് തന്നിരിക്കുന്ന എന്താ? എക്സ് തന്നിട്ടുണ്ട് ആൻഡ് വൈ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്താ? സമേഷൻ എക്സും സമേഷൻ വൈയും. ഇവിടെ സമേഷൻ എക്സ് അതായത് ടോട്ടൽ എക്സിന്റെ ഈ ടോട്ടൽ സം എത്രയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. പിന്നെ സമേഷൻ വൈ, സമേഷൻ വൈ എന്ന് പറഞ്ഞാൽ ഈ വൈന്റെ ടോട്ടൽ സം, വൈയിലെ എല്ലാ വാല്യൂസ് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് സമേഷൻ വൈ. സോ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ എത്രയാണ് ടോട്ടൽ വരുന്നത്? 82 ആണ്. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 5 നമുക്കുള്ളത്. സോ 82 ബൈ 5 അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16.4. ഇനി വൈ ബാർ ആണെങ്കിൽ സമ്മേഷൻ വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് 72 എന്ന് കിട്ടിയിട്ടുണ്ട്. 72 ബൈ 5 ചെയ്യുമ്പോൾ 14.4. ഇനി സമ്മേഷൻ എക്സ് വൈ ചെയ്യുമ്പോൾ, സമ്മേഷൻ എക്സ് വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ എക്സ് വൈ, എക്സ് തന്നിട്ടുണ്ട്, വൈ നമ്മളെ കയ്യിലുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 12 ഇൻറ്റു 14 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 168, 15 ഇൻറ്റു 13 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 195. അങ്ങനെ ഓരോ വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനൊരു കോളം കിട്ടും. ഈ ഒരു കോളം എല്ലാം കൂടെ സം എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്തായി? സമേഷൻ എക്സ് വൈ ആണ് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഇസ് 1184 ആണ്. ഇപ്പോൾ എന്താ? നമുക്ക് സമ്മേഷൻ എക്സ് വൈ കിട്ടിയിട്ടുണ്ട്. സമ്മേഷൻ എക്സ് വൈ കിട്ടിയിട്ടുണ്ട് 1184 ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് 16.4 ആണ്. വൈ ബാർ എന്ന് പറയുന്നത് 14.4 ആണ് അല്ലേ? സോ ഈ ഇക്വേഷനിലേക്ക് വേണ്ട എല്ലാ ആൾക്കാരും നമ്മളുടെ ഇവിടെ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ എന്താ? ആ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രേ ചെയ്യാനുള്ളൂ. സോ 1184 ഡിവൈഡഡ് ബൈ 5. എൻ എത്രയായിരുന്നു? 5 ആയിരുന്നു നമുക്ക് കിട്ടിയത്. സോ 5 16.4 ഇൻറ്റു 14.4 ദാറ്റ് ഇസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.64 ആണ്. ഓക്കെ ആണോ? സിഗ്മ നമ്മളിത് സമേഷൻ എന്നാണ് ഈ ഒരു ടേമിന് നമ്മൾ പറയാ. സമേഷൻ എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം. ഇതിനെ നമ്മൾ സമ്മേഷൻ എന്നാണ് പറയാ. സിഗ്മ എന്നും പറയാറുണ്ട്, പക്ഷെ ഈ കേസിൽ നമ്മൾ ഇതിനെ സമ്മേഷൻ എന്നാണ് നമ്മൾ എടുക്കുന്നത്. സം എടുക്കുക. ഓക്കെ. അർച്ചിതൻ ഇത് എക്കണോമിക്സ് അല്ല, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്.
സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ എന്നിട്ട് എന്താണ് നമ്മളെ കൺക്ലൂഷൻ? ആരാണ് കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത്? അങ്ങനെ കൺസിസ്റ്റൻസി പിന്നെ സ്റ്റെബിലിറ്റി. കൺസിസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ ഇതിൽ ആരാണ് കൂടുതൽ സ്റ്റേബിൾ, അങ്ങനെ കൺസിസ്റ്റൻസി സ്റ്റെബിലിറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് നമ്മൾ ആ കേസിലൊക്കെ കണ്ടുപിടിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ is equal to, that is standard deviation sigma by mean x bar into 100. ഇതാണ് നമ്മളുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ്. അപ്പൊ ഇതാണ് നമ്മളെ സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് എക്സ് ബാർ അതായത് നമ്മളെ മീൻ ഇൻറ്റു 100. സോ സെറ്റ് 1 നമ്മളൊരു ഫസ്റ്റ് സെറ്റ് നോക്കാം. ഫസ്റ്റ് സെറ്റിന്റെ കേസിൽ നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എത്രയായിരിക്കും? ഇവിടെ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ. ആൻഡ് സിഗ്മ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 21 ആണ്. സോ 21 ഡിവൈഡഡ് ബൈ 35 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 60 ആണ്. 60 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി സെക്കൻഡ് സെറ്റിൽ, അടുത്ത സെറ്റിൽ മീൻ എന്ന് പറയുന്നത് 22.85 ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16. സോ സെറ്റ് 2 എത്രയാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ വരുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ തന്നിരിക്കുന്നത് 16 ഡിവൈഡഡ് ബൈ 22.85 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 70.02. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഈ സെക്കൻഡ് കേസിൽ സെറ്റ് 2ന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് 70.02 ആണ്. സോ ആദ്യത്തേതിൽ നമുക്ക് 16 കിട്ടി, അടുത്തതിൽ നമുക്ക് 70.02 ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് കൺക്ലൂഷൻ എന്താണ്? ആരാണ് കൂടുതൽ കൺസിസ്റ്റന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസിസ്റ്റന്റ് ആയാലും സ്റ്റെബിലിറ്റി ആയാലും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കുറവാവുന്ന കേസിലാണ് നമ്മൾ അതിനെ മോർ കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ മോർ സ്റ്റേബിൾ എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് കൂടുതൽ കൺസിസ്റ്റന്റ്? ആരാണ് ഇതിൽ കൂടുതൽ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞേ? ആരാണ് കൂടുതൽ കൺസിസ്റ്റന്റ്? ഇവിടെ ആർക്കാണ് ഏറ്റവും ചെറിയ വാല്യൂ ഉള്ളത്? ഇവിടെ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്. സോ നമ്മളുടെ കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 ആണ്. സെറ്റ് 1 is more consistent. കാരണം എന്താണ്? സെറ്റ് 1-നാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഏറ്റവും കുറവുള്ളത് നമ്മളെ സെറ്റ് 1-നാണ്. സോ അതിനാണ് നമ്മൾ കൂടുതൽ കൺസിസ്റ്റൻസി ഉള്ളത് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഞ്ച് ഓഫ് ദി വാല്യൂസ് 40, 52, 25, 30 is. 4 വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ 4 ഒബ്സർവേഷന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്വസ്റ്റ്യൻ, റേഞ്ച് കാണാനുള്ള ക്വസ്റ്റ്യൻ. അത് പല രീതിയിലും മാറ്റി മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ റേഞ്ച് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ആണ് നമ്മളെ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. ഇവിടെ ഏറ്റവും കൂടിയ വാല്യൂ എന്ന് പറയുന്നത് 52ഉം ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. സോ ഇവിടെ വരുന്നത് എന്താ? 52 മൈനസ് 25. ദാറ്റ് ഈസ് 52 മൈനസ് 25. എത്രയാണ് ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 27. സോ നമ്മളെ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ സി 27 ആണ്. നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് 27 ആണ്. യെസ് നിഹ്ലാം അറിയാം, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ CV കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണാൻ വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ് അർച്ചിതൻ കറക്റ്റ് ആണ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. വെരി ഗുഡ്. സോ 27 ആണ് നമ്മൾ ഈ കേസിൽ റേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ
നമുക്ക് 3 വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് ഓരോന്നും ക്വാർട്ടൈൽസ് ആണ്. ദാറ്റ് ഈസ് ദ ക്വാർട്ടൈൽസ് ഓഫ് ഡാറ്റ ആർ 25, 32 ആൻഡ് 47. 25 ആണ് നമ്മളെ ഫസ്റ്റ് ക്വാർട്ടൈൽ, 32 ആണ് നമ്മളെ സെക്കൻഡ് ക്വാർട്ടൈൽ ആൻഡ് 47 ഇസ് ആർ തേർഡ് ക്വാർട്ടൈൽ. സോ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ സെക്കൻഡ് ക്വാർട്ടൈൽ, ഇതാണ് നമ്മളുടെ തേർഡ് ക്വാർട്ടൈൽ. അങ്ങനെയാണെങ്കിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഇസ് Q3 മൈനസ് Q1/2 ആണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ Q3 എന്ന് പറയുന്നത് എത്രയാണ്? അത് 47 ആണ്. മൈനസ് Q1 എന്ന് പറയുന്നത് 25 ആണ്. സോ നമ്മൾ 25 ഇട്ട് കൊടുക്കാം, ഡിവൈഡഡ് ബൈ 2. സോ 47 മൈനസ് 25/2. 47 മൈനസ് 25 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ദാറ്റ് ഇസ് 22/2, ദാറ്റ് ഇസ് ഈക്വൽ ടു 11. സോ ഈ 3 വാല്യൂസിന്റെ കേസിൽ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്രയാണ്? നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The value of mean and mode of a frequency distribution are 50 and 45. Respectively, find the median. മോഡും മീനും മീഡിയനും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? മോഡ് എന്ന് പറയുന്നത് 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മീൻ മീഡിയൻ മോഡിന്റെ റിലേഷൻഷിപ്പ് വെച്ചിട്ട്. സോ ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ഇവിടെ നമുക്ക് മീന് തന്നിട്ടുണ്ട്, മോഡ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ മീന് തന്നിട്ടുണ്ട്, അതേപോലെ മോഡും തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് മീഡിയൻ ആണ് നമുക്ക് കാണാനുള്ള വാല്യൂ. സോ ഇതിൽ നമുക്ക് മീഡിയന്റെ ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? മോഡ് പ്ലസ് 2 മീൻ ഇസ് ഈക്വൽ ടു 3 മീഡിയൻ. മീഡിയൻ ആണ് കാണേണ്ടത്. സോ മീഡിയൻ ആ സൈഡിൽ തന്നെ വെച്ചു, ബാക്കി ടേംസിനെ നമ്മൾ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയി. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ 2 മീൻ എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയി. സോ അത് പ്ലസ് വാല്യൂ ആയി. ഇനി ഇവിടെ ആരോ ബാക്കിയുള്ളത് 3 ആണ്. സോ ഡിവൈഡഡ് ബൈ 3. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് പ്ലസ് 2 മീൻ ഡിവൈഡഡ് ബൈ 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മീൻ എത്രയാന്ന് തന്നിട്ടുണ്ട്? മീൻ ഇസ് ഈക്വൽ ടു 50. മീൻ ഇസ് ഈക്വൽ ടു 50 ആൻഡ് മോഡ് ഇസ് ഈക്വൽ ടു 45. നമ്മളെ മീഡിയന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മീഡിയൻ ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? മോഡ് പ്ലസ് 2 മീൻ. മോഡ് എന്ന് പറയുന്നത് 45 പ്ലസ് 2 ഇൻറ്റു മീൻ. മീൻ എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 3 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 45 പ്ലസ് 100. 50 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 100 ആണ് കിട്ടുക. 100/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 145/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 48.33. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 48.33 ആണ്. ക്ലിയർ ആണോ? സോ നമ്മൾ മീഡിയന്റെ വാല്യൂ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് 48.33. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നാൽ, ഇതിൽ നമ്മൾ റോ ഡാറ്റ കേസിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക? ആദ്യം ചെയ്യേണ്ട കാര്യം സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇതെല്ലാം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ arrange in ascending order. അപ്പം ഇത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ 4, 7, 9, 11, 14, 17 അങ്ങനെയാണ് അത് പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ വാല്യൂ ആദ്യം എഴുതുക. ദാറ്റ് ഈസ് 3, 4, 7, 9, 11, 14, 17, 20, 22, 24 and 27. ഇങ്ങനെയാണ് നമ്മളുടെ ഈ വാല്യൂസ് നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ വാല്യൂസ് കാണാനുണ്ടാവും. ഇങ്ങനെയായിരിക്കും. ഇതാണ് നമ്മളുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കണമല്ലോ. ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്
Q3 മൈനസ് Q1/2 ആണ്. സോ ആദ്യം നമുക്ക് Q1 കണ്ടുപിടിക്കണം, പിന്നെ Q3 കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ നമ്മൾ ചെയ്യണം. സോ ഫസ്റ്റ് Q1 എന്ന് പറയുന്നത് n+1/4 ടേം ആണ്. n+1/4 വാല്യൂ ആണ് നമ്മൾ Q1 എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വാല്യൂസ്. എത്രയാണ് നമ്മുടെ നമ്പർ ഓഫ് വാല്യൂസ് ഉള്ളത്? 1 2 3 4 5 6 7 8 9 10 11. സോ 11 ആൾക്കാരാണ്, 11 വാല്യൂസ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്. സോ 11 + 1/4 that is equal to 12/4. that is equal to തേർഡ് വാല്യൂ ആണ് നമ്മളുടെ Q1 എന്ന് പറയുന്നത്. തേർഡ് വരുന്ന വാല്യൂ. അപ്പൊ ഇതിൽ ആരാണ് തേർഡ് നിൽക്കുന്നത്? 1 2 3 7 ആണ് നമ്മളുടെ Q1 എന്ന് പറയുന്നത് 7 ആണ്. സോ ഇവിടെ നമ്മളെ ക്വാർട്ടൈൽ 1 കിട്ടി, ഫസ്റ്റ് ക്വാർട്ടൈൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇനി തേർഡ് ക്വാർട്ടൈൽ ആണ് നമുക്ക് വേണ്ടത്. തേർഡ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാല് Q3 is equal to 3 into n+1/4 വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേസിൽ 3 into n+1/4 അല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്. n+1/4 നമുക്ക് 3 കിട്ടിയിരിക്കുന്നത്. സോ 3 into 3 that is equal to 3 into 3 that is equal to 9th വാല്യൂ. 3 into 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 9 ആണ്. സോ 9th വാല്യൂ ആണ് നമ്മൾ Q3 എന്ന് പറയുന്നത്. സോ 1 2 3 4 5 6 7 8 9 22 ആണ് നമ്മളെ Q3 വരുന്നത്. സോ 22 ആണ് നമ്മളെ Q3 വരുന്നത്. Q3 is equal to 22. അങ്ങനെയാണ് നമ്മളെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ is equal to 22. that is Q3 minus Q1/2. that is equal to 22 minus എത്രയാണ് നമ്മളെ Q1 വന്നിട്ടുള്ളത്? 7 ആണ്. സോ Q22 minus 7/2. that is equal to 7.5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 7.5 ആണ്. അതാണ് നമ്മൾ ഈ കേസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 7.5 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നൊന്ന് മെസ്സേജ് ഇട്ടേ, ഒരു കമന്റ് ചെയ്തേ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് പല കൊല്ലങ്ങളിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എസ് എ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ആയിട്ടും നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പൊ വേരിയൻസ് എന്താണ്? റൂട്ട് ഓഫ് സമ്മേഷൻ f(x²/n - x⁻²). ഇതാണ് നമ്മളുടെ വേരിയൻസിന്റെ ഇക്വേഷൻ. അപ്പൊ ഇത് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ വന്നത്? f(x²) ഒക്കെയുള്ള ഇക്വേഷൻ വന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ നോക്കുന്നത് ഒരു കണ്ടിന്യൂസ് ഡാറ്റ ആണ്. നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഇന്റർവെൽസ് ആയിട്ടാണുള്ളത്. അങ്ങനെ ഇന്റർവെൽസ് ആയിട്ട് വരുമ്പം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: സമ്മേഷൻ f(x²n/n - x⁻²). സ്ക്വയർ റൂട്ട് എടുത്തെങ്കിൽ നമുക്ക് എന്തായി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? f(x²) കാണണം, n വേണം, x⁻² കാണണം. സോ ഫസ്റ്റ് നമുക്ക് ഇങ്ങനൊരു ടേബിൾ ആണ് ആവശ്യം. നമ്മൾക്ക് തന്നിരിക്കുന്ന ക്ലാസ്സസ് എഴുതണം. പിന്നെ എന്താണ്? ഫ്രീക്വൻസി. ഇത് നമ്മളെ ഫ്രീക്വൻസിയാണ്, എഫ് വാല്യൂസ് ആണ് നമുക്ക് അടുത്തത് തന്നിരിക്കുന്നത്. സോ ഇത് നമ്മളുടെ എന്താണ്? ഫ്രീക്വൻസി എഴുതണം. പിന്നെ എന്താണ്? ഈ ക്ലാസ്സസിന്റെ മിഡ് വാല്യൂ ആരാണ് വരുന്നത്? അതാണ് നമ്മളുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്ക് ക്ലാസ്സസ് എഴുതാം. 0 to 4, 0 to 4, 4 to 8, 8 to 12, 12 to 16, പിന്നെ 16 to 20. ഇതാണ് നമ്മളുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ക്ലാസ്സസ് ഇതാണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഫ്രീക്വൻസീസ് എത്രയാണ് തന്നിരിക്കുന്നത്? 4, 8, 10, 6, 2. 4, 8, 10, 6, 2. സോ 4, 8, 10, 6, 2. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസീസ്. നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വാല്യൂ എന്ന് പറയുന്നത് മിഡ് വാല്യൂ എക്സ് ആണ്. സോ മിഡ് വാല്യൂ എക്സ് എടുക്കാം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ എല്ലാം ആവറേജ് ആണ് നമുക്ക് കാണേണ്ടത്. 4 + 0/2 that is 4/2 that is equal to 2.
സോ ഇവിടെ ഫസ്റ്റ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇനി 4ന്റെയും 8ന്റെ ഇടയിലാണെങ്കിൽ ആരാണ് വരുന്നത്? 6 ആണ് അതിന്റെ മീൻ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് 4 ആണ്. സോ ഓരോന്നിന്റെയും പോയി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം +4 ചെയ്താൽ മതി. ഇവിടെ 2 + 4 6, 6 + 4 ചെയ്യുമ്പോൾ 10, 10 + 4 എന്ന് പറഞ്ഞാൽ 14, 14 + 4 എന്ന് വെച്ചാൽ 18. സോ ഇതാണ് നമ്മളുടെ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എഫ്, ഈ എക്സ് വാല്യൂ ഇൻറ്റു ഫ്രീക്വൻസി. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ എഫ് എക്സ് എന്ന് പറയുന്നത്. സോ 4 × 2 8, 8 6 are 48, 10 × 10 is 100, 14 × 6 is 84, 18 × 6 is 36. അപ്പൊ നമുക്ക് എഫ് എക്സ് കിട്ടി. അതായത് ഈ എക്സ് ഇൻറ്റു എഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എഫ് എക്സ് നമുക്ക് കിട്ടുന്നത്. ഇനി എക്സ് സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് കാണണം. എന്തുകൊണ്ടാണ് അത് കാണുന്നത്? എഫ് എക്സ് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എഫ് എക്സ് സ്ക്വയർ കാണണം. സോ ആദ്യം നമുക്ക് എന്താണ്? എക്സ് സ്ക്വയർ കാണണം. അപ്പൊ എക്സ് സ്ക്വയർ കാണണമെങ്കിൽ ആദ്യം എന്താണ്? നമുക്ക് എക്സ് വാല്യൂസ് ഇവിടെ ഉണ്ട്, അതിന്റെ എല്ലാം സ്ക്വയർ ആണ് നമുക്ക് ഈ കോളത്തിൽ വരേണ്ടത്. സോ 2 സ്ക്വയർ, 2 സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ is 4, 6 സ്ക്വയർ is 36, 10 സ്ക്വയർ is 100, 14 സ്ക്വയർ is 196 and 18 സ്ക്വയർ is 324. 324 ആണ് നമ്മളുടെ 18 സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് എക്സ് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ എഫ് വാല്യൂ നമ്മൾ ഫ്രീക്വൻസി ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്താൽ മതി. സോ ഫ്രീക്വൻസി ഇൻറ്റു എക്സ് സ്ക്വയർ, 4 × 4. ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് 16. നെക്സ്റ്റ് 8 × 36. 8 × 36 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 288. 100 × 10 is 1000. 196 × 6 ചെയ്യുമ്പോൾ നമുക്ക് 1176. നമുക്ക് കിട്ടുന്നത് 1176 ആണ്. 1176. ആൻഡ് ഫൈനലി 324 × 2. 324 × 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 648. ഇനി ഇവിടെ നമുക്ക് ആരെയാണ് വേണ്ടത്? എഫ് എക്സ് സ്ക്വയർ വേണം, അതിന്റെ സമ്മ് വേണം. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ആ ഫ്രീക്വൻസിന്റെ ആ ഒരു കോളം സമ്മ് എടുത്തെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഈ എൻ എന്ന് പറയുന്നത്. ഇനി എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എക്സിന്റെ സമ്മ് എടുക്കണം. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? സമ്മേഷൻ എക്സ് കിട്ടും. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 50. ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 50 എന്ന വാല്യൂ ആണ് അല്ലേ? സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് 50 ആണ്. ഇനി നെക്സ്റ്റ് സമ്മേഷൻ എഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എൻ ആണ്. സോ സമ്മേഷൻ എഫ്, ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുക, അപ്പൊ നമുക്ക് കിട്ടുന്നത് 30. സമ്മേഷൻ എഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ എഫ് എക്സ് എന്ന് പറയുന്നത് 276. സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ആണ് നമുക്ക് വേണ്ട. സോ സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3128. 3128 ആണ് നമ്മൾ സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. റോ ഡാറ്റ ആണെങ്കിലാണ് നമ്മളുടെ എക്സ് ബാറിന്റെ ഇക്വേഷൻ ഇങ്ങനെ വരിക. അല്ലെങ്കിൽ കണ്ടിന്യൂസിന്റെ കേസിൽ നമ്മൾ എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ ആണ്. കണ്ടിന്യൂസ് ഡാറ്റയുടെ കേസിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ ആണ്. സോ ഇവിടെ നമുക്ക് സമ്മേഷൻ എഫ് എക്സ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എക്സ് ബാർ കാണാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് നോക്കിയാൽ എത്രയാണ്? 276 ബൈ എൻ എന്ന് വെച്ചാൽ എൻ എത്രയാണ്? 30 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ബൈ 30, ദാറ്റ് ഇസ് ഈക്വൽ ടു 9.2. അതാണ് നമുക്ക് എക്സ് ബാർ കിട്ടിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഇക്വേഷൻസ്, ഈ വാല്യൂസ് എല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ. സോ ഇവിടെ സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ എത്രയാണ് വരുന്നത്? 3128. സോ 3128 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 30 ആണ്. സോ ബൈ 30 മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ബാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 9.2. സോ ദാറ്റ് ഇസ് 9.2 സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4.43 ആണ്. 4.43 ഓക്കെ ആണോ?
4.43 ആണ് നമുക്ക് ഇതിൽ ഫൈനലി കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻസർ. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് കിട്ടുന്നത് 4.43 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ സ്ക്യൂനെസ് ആൻഡ് കുട്ടോസസ് എന്നുള്ള ആ ഒരു പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്യൂനെസ്. എത്ര ടൈപ്പ് സ്ക്യൂനെസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്? നമുക്ക് 2 ടൈപ്പ് സ്ക്യൂനെസ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. ഏതൊക്കെയാണത്? ഒന്ന് പോസിറ്റീവ്ലി സ്ക്യൂഡ്. സോ പോസിറ്റീവ് സ്ക്യൂനെസ്സും അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്ക്യൂനെസ്. പിന്നെ നമ്മളുടെ നെഗറ്റീവ് സ്ക്യൂനെസ്. അപ്പൊ ഇതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം പോസിറ്റീവ് സ്ക്യൂനെസ് എന്താന്ന് എഴുതാം, പിന്നെ നെഗറ്റീവ് സ്ക്യൂനെസ് എന്താന്ന് എഴുതാം. ഒരു ഡയഗ്രാം ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് അറിയാമെന്ന് നിങ്ങളെ ടീച്ചേഴ്സിന് ഷുവർ ആവും. സോ നമുക്ക് അതിന് ചെറിയൊരു ഡയഗ്രാം വരയ്ക്കാം. ഇതാണ് നമ്മൾ പോസിറ്റീവ് സ്ക്യൂഡിന്റെ കേസ്. ഇനി ഇതാണ് നമ്മുടെ നെഗറ്റീവ് സ്ക്യൂഡിന്റെ കേസ്. ഈ പിക്ചർ അറിയാമെങ്കിൽ ഈ പിക്ചർ തന്നെ വെച്ചിട്ട് എന്താണ് നമുക്ക് അതിന്റെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. സോ ഇവിടെ പോസിറ്റീവ് സ്ക്യൂനെസ്സിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ മോഡ്, നെക്സ്റ്റ് മീഡിയൻ ആൻഡ് തേർഡ് മീൻ. ഇതാണ് നമ്മളുടെ ഗ്രാഫ് വരുന്നത്. സോ മോഡിനെക്കാട്ടും വലുതായിട്ടാണ് നമ്മളുടെ വാല്യൂസ് ഉള്ളതെങ്കിൽ, റൈറ്റ് സൈഡിലേക്കാണ് കൂടുതൽ ആൾക്കാരുള്ളതെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഐറ്റംസ് ഫൗണ്ട് ഓൺ റൈറ്റ് സൈഡ് ഓഫ് ദ മോഡ്. അതെന്താണ്? കൂടുതൽ വാല്യൂസ് എവിടെയാണുള്ളത്? കൂടുതൽ വാല്യൂസ് ഈ മോഡിന്റെ റൈറ്റ് സൈഡിലേക്കാണുള്ളത്. മോഡിന്റെ റൈറ്റ് സൈഡിലേക്കാണ് കൂടുതൽ വാല്യൂസ് ഉള്ളത്. സോ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. പിന്നെ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈ ടെയിൽ എന്താണ്? കുറച്ചും കൂടെ കൂടുതൽ നീളം കൂടുതലുള്ളത് ഏതാണ്? റൈറ്റ് സൈഡിലേക്കാണ്. സോ ലോങ്ങർ ടെയിൽ ടു ദ റൈറ്റ്. എന്താണ് അടുത്ത പോയിന്റ്? ലോങ്ങർ ടെയിൽ ടു ദ റൈറ്റ്. ലോങ്ങർ ടെയിൽ ടു റൈറ്റ്. ഈ കേസില് മോഡ് ഇസ് ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ മീൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മുടെ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് വരുന്നത്. സോ നമ്മളുടെ പോസിറ്റീവിന്റെ കേസിൽ മോഡ് ഏറ്റവും ചെറുതാണ്, പിന്നെ മീഡിയൻ, പിന്നെ മീൻ. സോ മീനാണ് പോസിറ്റീവിന്റെ കേസിൽ ഏറ്റവും വലുത്, മീനാണ്. ഇനി നെഗറ്റീവിന്റെ കേസിലാണെങ്കിൽ നമ്മളെ മോഡ് എന്ന് പറയുന്ന ഈ ഹയസ്റ്റ് പോയിന്റ് ആണ്, പിന്നെ മീഡിയൻ ആൻഡ് ഫൈനലി മീൻ. നെഗറ്റീവിന്റെ കേസിൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിലേക്കാണ് മോഡിന്റെ, ഇവിടെയാണ് നമ്മുടെ മോഡ് വരുന്നത്. മോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൂടുതൽ ആൾക്കാരുള്ളത്. സോ മോർ ഐറ്റംസ് found on left side of mode. നമ്മളെ മോഡ് ഇതാണ്. സോ ഈ മോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൂടുതൽ ആൾക്കാരുള്ളത്. സോ അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ളതുകൊണ്ട് അതിന് നമ്മൾ നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയും. അപ്പൊ ഈ ലോങ്ങർ ടെയിൽ, കൂടുതൽ ടെയില് കുറച്ചും കൂടെ നീളം കൂടുന്നത് ഏത് സൈഡിലേക്കാണ്? അത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. സോ ലോങ്ങർ ടെയിൽ ടു ലെഫ്റ്റ്. ഇതിൽ നോക്കിയാൽ കാണാം ഫസ്റ്റ് വരുന്നത് മീനാണ്, പിന്നെ മീഡിയൻ ആണ്, പിന്നെ മോഡാണ്. സോ ഇതിൽ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് വരുന്നത്? മോഡാണ് ഏറ്റവും വലുത് വരുന്നത്. സോ മീൻ ഇസ് ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ മോഡ്. ഇങ്ങനെയാണ് നമ്മളെ അറേഞ്ച്മെന്റ് വരുന്നത്. ഏറ്റവും ചെറുത് മീനാണ്, പിന്നെ മീഡിയൻ ആണ്, ആൻഡ് ഫൈനലി മോഡ്. സോ ഇങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും കേസ്. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി ഫോർ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണെങ്കിൽ β1ന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ β1 is equal to 0. β1 എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ്, the first 4 central moments of the distribution 0, 9.2, -3.6 and 122. Calculate coefficient of kurtosis of the distribution and comment on the result. നമുക്ക് ആദ്യത്തെ 4 സെൻട്രൽ മൊമെന്റ്സ് തന്നിട്ടുണ്ട്. സെൻട്രൽ മൊമെന്റ്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? μ1, μ2, μ3 and μ4.
സോ μ1 നമുക്ക് 0 വന്നിട്ടുണ്ട്. μ2 എന്ന് പറയുന്നത് 9.2 ആണ്. μ3 എന്ന് പറയുന്നത് -3.6 ആണ്. ആൻഡ് μ4 എന്ന് പറയുന്നത് 122 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കുർട്ടോസിസ്, കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ് കാണാൻ പറഞ്ഞാൽ β2ന്റെ ഇക്വേഷൻ എന്താണ്? μ4/μ2 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് μ4/μ2 സ്ക്വയർ. ഈ 4 ആണെങ്കിൽ നമുക്ക് ആവശ്യമില്ല, ഇതിൽ 2 വാല്യൂസ് നമുക്ക് ആവശ്യമുള്ളൂ. സോ എന്താണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇതിന്ന് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ μ4 നമുക്ക് തന്നിട്ടുണ്ട്, μ2 തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. 122 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ എന്ന് പറയുന്നത് 9.2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.44. 1.44 ആണ് നമ്മുടെ β2ന്റെ വാല്യൂ വരുന്നത്. സോ β2 ലെസ് ദാൻ 3 ആണെങ്കിൽ നമ്മൾ അതിനെ പ്ലാറ്റിക്കർട്ടിക് എന്നാണ് പറയാം. നമ്മൾ അതിനെ പ്ലാറ്റിക്കർട്ടിക്, ദാറ്റ് ഈസ് പ്ലാറ്റിക്കർട്ടിക്. ദാറ്റ് ഈസ് β2 ലെസ് ദാൻ 3. ഇവിടെ എന്താണ്? 1.44 ആണ്. ആൻഡ് 1.44 എന്ന് പറയുന്നത് 3നെക്കാട്ടും ചെറിയ വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 3. അത് പ്ലാറ്റിക്കർട്ടിക് ആണ് എന്നാണ് പറയാ. സോ ദി ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് പ്ലാറ്റിക്കർട്ടിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഇതിൽ ഏതാണെന്നാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ് ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണ് നമ്മളെ ഗ്രാഫ് വരിക. സിമെട്രിക് ആണെങ്കിൽ 2 സൈഡിലേക്ക് ഈക്വൽ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മോഡും മീഡിയനും മീനും ഈക്വൽ ആയിരിക്കും. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മളുടെ മീൻ, മീഡിയൻ, മോഡ് 3 ആൾക്കാർ എന്താ ഈക്വൽ ആയിരിക്കും. കാരണം അത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 4 ആണ് നമുക്ക് കിട്ടുന്നത്. മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. അതാണ് നമ്മളെ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മളുടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. ക്ലിയർ ആണോ? ഓക്കെ. Draw the frequency curves which shows the different types of kurtosis. കുർട്ടോസിസ് ഒരു പിക്ചർ യൂസ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീക്വൻസി കർവ്സ്, അതായത് അതൊരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര പീക്കായിട്ട് വരികയാണെങ്കിൽ, ഭയങ്കര പീക്കഡ്നെസ് കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ലെപ്റ്റോകർട്ടിക് എന്നാണ് പറയാം. അത് ലെപ്റ്റോകർട്ടിക്, ദാറ്റ് ഈസ് ലെപ്റ്റോകർട്ടിക്. ഇനി അത്ര പീക്കായിട്ടല്ല വാല്യൂ ഉള്ളത്, പകരം കുറച്ച് താന്നിട്ടാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ മീസോകർട്ടിക് എന്ന് പറയും. മീസോകർട്ടിക്, ദാറ്റ് ഈസ് മീസോകർട്ടിക്. ആൻഡ് ഫൈനലി കുറച്ചും കൂടെ താന്നിട്ടാണുള്ളതെങ്കിൽ അതിന് നമ്മൾ പ്ലാറ്റിക്കർട്ടിക് എന്നാണ് പറയാ. ദാറ്റ് ഈസ് പ്ലാറ്റിക്കർട്ടിക്. ഏറ്റവും താഴെയായിട്ടാണ് വരുന്നതെങ്കിൽ, അത് ഭയങ്കര പരന്നിട്ടാണ്, ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയാ പ്ലാറ്റിക്കർട്ടിക് എന്നാണ്. പ്ലാറ്റിക്കർട്ടിക്. കുറച്ചും കൂടെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. സോ അതിനെ നമ്മൾ പ്ലാറ്റിക്കർട്ടിക് എന്നാണ് പറയാ. സോ നമുക്ക് 3 ടൈപ്സ് ഓഫ് കുർട്ടോസിസ് ആണുള്ളത്. ഒന്ന് ലെപ്റ്റോകർട്ടിക്, ഒന്ന് മീസോകർട്ടിക് ആൻഡ് ഫൈനലി പ്ലാറ്റിക്കർട്ടിക്. അപ്പം കുർട്ടോസിസിനെ ഫ്രീക്വൻസി കർവ്സ് വെച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ കർവ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക കുർട്ടോസിസിനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ഹാവ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് 2 ഡിസ്ട്രിബ്യൂഷൻ. 2 ഡിസ്ട്രിബ്യൂഷന്റെ കേസ് തന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഈ 3 വാല്യൂസ് വരുന്നത് ഏത് ഇക്വേഷനിലാണ്? നമ്മളെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ആ ഇക്വേഷനിലാണ് നമുക്ക് മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 3 ആവശ്യം വരുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിലാണ്. കാണാൻ വെച്ചിരിക്കുന്ന വിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഇസ് മോർ സ്ക്യൂഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് SK എന്നായിരുന്നു. SK is equal to mean minus mode by standard deviation.
ഇതാണ് നമ്മളെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ ഇക്വേഷൻ ആയിട്ടുണ്ടായിരുന്നത്. മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മീൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിന്റെ കേസിൽ ഡിസ്ട്രിബ്യൂഷൻ 1 എടുക്കാം. ഡിസ്ട്രിബ്യൂഷൻ 1 എടുത്താല് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് മീന് 45 ആണ്, മോഡ് വരുന്നത് 40 ആണ്. മീൻ 45 ആണ്, മോഡ് 40 ആണ്, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 5. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 5/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ നമ്മളെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 എന്നാണ്. ഇനി നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ 2. സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ എടുത്താല് നമുക്ക് എന്താണ് കിട്ടുന്നത്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 59.8, ആൻഡ് മോഡ് എന്ന് പറയുന്നത് 52, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 12 ആണ്. സോ 59.8 മൈനസ് 52 ഡിവൈഡഡ് ബൈ 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.65. സോ ഡിസ്ട്രിബ്യൂഷൻ 1ന്റെ കേസിൽ നമുക്ക് എന്താണ് 1 എന്ന ആൻസർ കിട്ടി, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 2ന്റെ കേസിൽ നമുക്ക് 0.65 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ആരാണ് കൂടുതൽ സ്ക്യൂഡ് എന്ന് എങ്ങനെയാണ് പറയാ? ഇതിന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് രണ്ടും പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ആൻഡ് ഇത് ആരാണ് കൂടുതൽ സ്ക്യൂഡ്? കൂടുതൽ വലിയ വാല്യൂ ആരാണോ അവരാണ് കൂടുതൽ സ്ക്യൂഡ് എന്ന് നമ്മൾ പറയാം. സോ bigger the value, more skewness. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ വാല്യൂ ആരാണ്? 1 ആണ്, 0.65 ആണ് ഏറ്റവും വലിയ വാല്യൂ. നമ്മൾ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ 1 is more skewed. നമ്മളെ കൺക്ലൂഷൻ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ 1 is more skewed. ഡിസ്ട്രിബ്യൂഷൻ 1 is more skewed. സോ നമുക്ക് ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷനിൽ ആരാണ് കൂടുതൽ സ്ക്യൂഡ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലായി. അത് ഡിസ്ട്രിബ്യൂഷൻ 1 ആണ്. ഡിസ്ട്രിബ്യൂഷൻ 2 എന്താണ്? 1നെക്കാളും ചെറിയ വാല്യൂ ആണ്. ഏറ്റവും വലിയ വാല്യൂ ആർക്കാണുള്ളത്? ഡിസ്ട്രിബ്യൂഷൻ 1നാണ്. സോ അതാണ് കൂടുതൽ സ്ക്യൂനെസ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ μ2 തന്നിട്ടുണ്ട്, 4 ആണ് തന്നിട്ടുണ്ട്. μ4 തന്നിട്ടുണ്ട്, 48 ആണ് തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫ്രീക്വൻസി കർവ് മീസോകേർട്ടിക് ആണോ, പ്ലാറ്റികേർട്ടിക് ആണോ, അല്ലെങ്കിൽ ലെപ്റ്റോകേർട്ടിക് ആണോ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ കുർട്ടോസിസ് കാണാൻ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? β2 is equal to μ4 by μ2 square. ദാറ്റ് ഈസ് ഈക്വൽ ടു μ4 നമുക്ക് കിട്ടിയിട്ടുണ്ട് 48 ഡിവൈഡ് ബൈ μ2 എത്രയാണ്? അത് 4 ആണ്. So 4 square, that is equal to 48 by 16 is equal to 48 by 16 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് 3. 48 by 16 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 3 എന്നാണ്. ഓക്കെ, സോ മീസോകേർട്ടിക് ആണോ, പ്ലാറ്റികേർട്ടിക് ആണോ, ലെപ്റ്റോകേർട്ടിക് ആണോ? β2 is equal to 3 വന്നു കഴിഞ്ഞാൽ, β2 is equal to 3 ആണെങ്കിൽ അത് മീസോകേർട്ടിക് ആണ്. ഇനി β2 ലെസ് ദാൻ 3 ആണെങ്കിൽ അത് പ്ലാറ്റികേർട്ടിക് ആണ്. β2 ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ അത് ലെപ്റ്റോകേർട്ടിക് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഓഫ് എ ഡാറ്റ 0.6. നമ്മൾക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് തന്നിട്ടുണ്ട് 0.6. തന്നിരിക്കുന്ന ഇക്വേഷനിലുള്ളത് പിന്നെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. കാണാൻ പറഞ്ഞിരിക്കുന്നത് മോഡാണ്. സോ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മോഡും വരുന്ന ഒരൊറ്റ ഇക്വേഷൻ നമുക്കുള്ളൂ. അത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. സോ SK is equal to മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇവിടെ സ്ക്യൂനെസ് തന്നിട്ടുണ്ട് എത്രയാണ്? 0.6 ആണ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 6, ആൻഡ് മീൻ ഇസ് ഈക്വൽ ടു 35. ഈ 3 വാല്യൂസ് ആണ് നമുക്കുള്ളത്. കാണേണ്ടത് ആരെയാണ്? കാണേണ്ടത് മോഡാണ്. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മോഡിനെ മാത്രം ഒരു സൈഡിലേക്ക് ആക്കാം. ബാക്കി എല്ലാവരെയും നമുക്ക് ഒന്ന് ഈ ഇക്വേഷൻ റീഷഫിൾ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്താൽ നമുക്ക് മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്കാം. സോ ആദ്യം നമ്മൾ ഈ സ്ക്യൂനെസ്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ skewness into standard deviation is equal to mean minus mode. ഇനി മോഡിനെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. സോ മോഡ് is equal to mean minus skewness into standard deviation. Minus skewness into standard deviation.
സോ മീനിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് മീനിന്റെ വാല്യൂ എന്ന് പറയാൻ 35 ആണ്. സോ 35 മൈനസ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് 0.6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആണ്. സോ 6 that is equal to 35 minus 3.6 that is equal to 31.4. നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 31.4 ആണ്. നമ്മുടെ മോഡ് നമുക്ക് കിട്ടി എത്രയാണ്? 31.4 ആണ് നമ്മുടെ മോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പ്രോബബിലിറ്റിന്റെ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പ്രോബബിലിറ്റി പി ഓഫ് എ തന്നിട്ടുണ്ട് 1/4, പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 1/2, പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 1/8. ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. സോ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് തന്നെയാണ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നതും. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അത് തന്നെയാണ് എന്ത് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ എത്രയാണ് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 1/2 ആണ്. ആൻഡ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? 2 + 4/8 minus 1/8. That is equal to 6/8 minus 1/8. That is equal to 5/8. So 6 minus 1 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 5 ആണ് കിട്ടുന്നത്. സോ 5/8 ആണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന് കമന്റ് ചെയ്തേ. ഇത് കാർഡ്സിന്റെ പ്രോബ്ലം ആണ്. കാർഡ്സിന്റെ പ്രോബ്ലം സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ച് കാണുന്ന ഒരു സംഭവമാണ് കാർഡ്സിന്റെ പ്രോബബിലിറ്റീസ്. സോ കാർഡ്സിന്റെ പ്രോബബിലിറ്റീസ് എങ്ങനെയാ എന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ലൈവ് ക്ലാസ്സിൽ ഈ ചാപ്റ്റർ എടുത്തപ്പം അത് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ ഇവിടെ ജസ്റ്റ് നേരെ നമ്മൾ വാല്യൂസ് മാത്രമേ ഇന്ന് എഴുതാൻ പോകുന്നുള്ളൂ. സോ ഫസ്റ്റ് one card is drawn at random from a pack of 52 cards. Total 52 cards ആണ് നമുക്കുള്ളത്. അതിൽ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഇസ് എ കിങ്. നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ് കിങ് ആവാനുള്ള ചാൻസസ് 4 കിങ് ആണ് ടോട്ടൽ. ഈ 52 കാർഡ്സിൽ 4 കിങ് ആണ്. സോ നമ്മളെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/52 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/13. 1/13 ആണ് നമ്മളുടെ ഒരു കാർഡ് എടുത്ത് അത് കിങ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/13 ആണ്. ഇനി സെക്കൻഡ് വൺ, ദ കാർഡ് ഡ്രോൺ ഇസ് റെഡ് കാർഡ്. നമുക്ക് 26 റെഡ് കാർഡും 26 ബ്ലാക്ക് കാർഡ്സ് ആണ് ഉള്ളത്. സോ റെഡ് കാർഡ്സ് അപ്പൊ എത്ര ഉണ്ട്? 26/52 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ പകുതി കാർഡ്സ് എന്താണ്? റെഡ് കാർഡ്സ് ആണ്. പകുതി കാർഡ്സ് എന്താണ്? ബ്ലാക്ക് കാർഡ്സ് ആണ്. സോ 1/2 ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ദ കാർഡ് ഡ്രോൺ ഇസ് എ ബ്ലാക്ക് ഏസ്. ഏസ് എ വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് 4 ആണ്. അതിൽ 2 ബ്ലാക്കും 2 റെഡും ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഏസ് വരാനുള്ള ചാൻസ് ആണ്. സോ 2 എന്ത് ബ്ലാക്ക് കളർ ഏസ് ഉള്ളൂ. സോ 2/52 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/52 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/26. അപ്പൊ 1/26 ആണ് ബ്ലാക്ക് കളർ ഏസ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ദ കാർഡ് ഡ്രോൺ ഇസ് എ ക്ലബ് ആൻഡ് എ ക്വീൻ. ക്ലബ്സ് നമുക്ക് 13 ഉണ്ട്. സോ അതെങ്ങനെയാണ് വരിക? ലാസ്റ്റ് വൺ, ക്ലബ്സ് നമുക്ക് 13 ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 13/52. സോ ഒരു ക്ലബ്ബ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 13/52 പ്ലസ് ക്വീൻസ് എത്ര ഉണ്ട്? 4 ക്വീൻസ് ആണ് നമുക്കുള്ളത്. 4/52. ഇനി ക്ലബ്സിൽ എന്ത്? ഈ 13 ഒരെണ്ണം ക്വീൻ ആണ്. സോ ഇവിടെ ഒരു ക്വീൻ വന്നു കഴിഞ്ഞു ഓൾറെഡി. പിന്നെയും 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 5 ക്വീനായി. സോ അതെന്താ? നമ്മളെ തെറ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ ഒരെണ്ണം നമ്മൾ എന്താ മൈനസ് ചെയ്യണം. ഇവിടെ ഓൾറെഡി ക്ലബ്സിന്റെ ഒരു ക്വീൻ ഉണ്ട്. പ്ലസ് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ട എത്ര ക്വീൻ ആണ്? ഹാർട്സിൽ ഒരു ക്വീൻ, ഡയമണ്ടിൽ ഒരു ക്വീൻ, അതേപോലെ സ്പേഡിൽ ഒരു ക്വീൻ. സോ ആ 3 ഏസുകളെ ബാക്കിയുള്ളൂ. സോ 3 നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളൂ. സോ ഇവിടെ 4 - 1 വരുമ്പോൾ 3/52. ദിസ് ഈസ് ഈക്വൽ ടു 16/52. നമുക്ക് കിട്ടുന്നത്
16/52 ആണ്. ക്ലബ് ഓർ എ ക്വീൻ, ക്ലബ് ഓർ എ ക്വീൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 16/52 ആയിരിക്കും. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ക്ലബ് ഓർ ക്വീൻ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ക്ലബ് ആൻഡ് ക്വീൻ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലബ് ഓർ ക്വീൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 16/52. ഇനി ക്ലബ് ആൻഡ് ക്വീൻ പറയുകയാണെങ്കിൽ ക്ലബും ക്വീനും ആയിരിക്കണം. അത് ക്ലബും ആയിരിക്കണം ക്വീനും ആയിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 13 ഒരെണ്ണം എന്താണ്, അത് ക്ലബും ആണ് അത് ക്വീനും ആണ്. സോ ഒറ്റ ഒരു ചാൻസ് അതിന് കിട്ടുന്നുള്ളൂ, 1/52. ഈ 52 കാർഡ്സ് ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് ക്ലബും ക്വീനും ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് 1/52 ആണ് അതിന്റെ ചാൻസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/52 ആണ്. ക്ലിയർ ആണോ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 dice are thrown once. ഒരു 2 ഡൈസ് നമ്മൾ എറിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോബിലിറ്റി കണ്ടത്? ബോത്ത് ദി ഡൈസ് ഷോസ് സെയിം നമ്പർ. ഒരു ഡൈസ് എറിയുമ്പോൾ നമ്മളെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ 1 1 1 2 അങ്ങനെ 1 3 1 4 1 5 and 1 6. Next is 2 1 3 1 etc. 6 1. അങ്ങനെ ഇതെല്ലാം ഫില്ല് ചെയ്തെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇവിടെ 6 6 കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ. ഇതിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? ടോട്ടൽ എന്ന് പറയുന്നത് 36 ആണ്. സോ ഇവിടെ സൈസ് 2 ആയിട്ടുള്ള 36 എലമെന്റ്സ് നമുക്കുണ്ട്. 36 ആണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. അതില് ബോത്ത് ദി ഡൈസ് ഷോ സെയിം നമ്പർ. അതായത് 2 എണ്ണം എന്താ സെയിം ആയിരിക്കണം. ആദ്യം ഒരു ഡൈസ് ഇടുമ്പോൾ 1 കിട്ടുക, അടുത്ത ഡൈസിൽ എന്താ 1 തന്നെ. അങ്ങനെ 2 ഡൈസിൽ എന്താ സെയിം നമ്പർ വരിക. ആ ഒരു കേസ് ആണെങ്കിൽ എന്താണ് നമ്മുടെ പ്രോബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ സാമ്പിൾ എങ്ങനെയായിരിക്കും? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 4 4 5 5 and 6 6. ഇതാണ് നമ്മളുടെ നമ്പർ ഓഫ് പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇത്രയും സാമ്പിൾസ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇത്രയും സാമ്പിൾസ് ആണ് എന്ത് നമ്മളുടെ കയ്യിൽ ഉള്ളത്. ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 6 എണ്ണമാണുള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെയിം നമ്പർ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെയിം നമ്പർ, രണ്ടിലും ഒരേ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 6/36. that is equal to 1/6. 6/36 അതായത് 1/36 ആണ് നമ്മളെ ചാൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വണ്ണിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ സം ഓഫ് 2 numbers shown is 8. നമുക്ക് തന്നിരിക്കുന്ന 2 നമ്പേഴ്സും എന്താണ് ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണം. നമ്മുടെ ഡൈസിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണുള്ളത്? 1 2 3 4 5 6. ഇതില് നമുക്ക് 2 6 കിട്ടിയാലും 6 2 എന്ന് കിട്ടിയാലും 8 അല്ലേ കിട്ടുന്നത്? 6 + 2 എന്ന് പറയുന്നത് 8 ആണ്. 2 + 6 എന്നാണ് 8 തന്നെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 3 5 and 5 3. 3 + 5 എന്ന് പറഞ്ഞാൽ 8 ആണ്. ആൻഡ് 5 + 3 എന്ന് പറയുന്നത് 8 തന്നെയാണ്. സോ ഇനി ഫൈനൽ ചാൻസ് വരുന്നത് 4 4. 4 + 4 എന്ന് പറയുന്നത് 8 ആണ്. സോ 8 കിട്ടാൻ 2 ഡൈസും കൂടെ കിട്ടുന്ന സമ്മ് അത് 8 ആവാനുള്ള ചാൻസസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5. 5 എണ്ണമാണ് നമുക്കുള്ളത്. സോ ഈ 5 എണ്ണമാണ് നമ്മളുടെ ചാൻസസ് എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം 8. സം ഇസ് ഈക്വൽ ടു 8 ആവുന്ന കേസ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഇത് 5/36. 5/36 ആണ് നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choose the correct answer. The maximum value of the probability of an event. മാക്സിമം നമ്മളെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഒരു സംഭവം നടക്കാനുള്ള മാക്സിമം ചാൻസ് എന്ന് പറയുന്നത് 1ഉം ഒരു സംഭവം നടക്കാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0ഉം ആണ്. സോ 1 ആണ് നമ്മളുടെ ആൻസർ. നെക്സ്റ്റ് 2 coins are tossed once. 2 കോയിൻസ് ടോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സാമ്പിൾ സ്പേസ് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? നമ്മളെ കോയിന് 2 സൈഡാണുള്ളത്, ഒന്ന് ഹെഡും ഒന്ന് ടെയിലും. സോ ഫസ്റ്റ് വൺ ഇസ് HH, HT, TH and TT.
ഇങ്ങനെയാണ് നമ്മളുടെ സാമ്പിൾ സ്പേസ് വരിക. രണ്ട് കോയിൻസ് ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് HH, TH ആൻഡ് TT. ഇനി ഫൈൻഡ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads. 2 heads ആദ്യം ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, രണ്ടാമത് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി. സോ ഇങ്ങനെ 2 head കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads. ഇതിൽ നമുക്ക് കാണാം ഒരൊറ്റ കേസേ ഉള്ളൂ. എവിടെ 2 head കിട്ടുന്ന ഒരേ ഒരു കേസേ നമുക്കുള്ളൂ. സോ ഇതെന്ന് പറയുന്നത് 1/4 ആണ്. 1/4 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് A and B are 2 independent events, എയും ബിയും 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, അതായത് ഇവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ then which of the following is true? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ട്രൂ. ദാറ്റ് ഈസ് probability of A intersection B is equal to probability of A into probability of B. ഇനി A and B are independent events such that probability of A തന്നിട്ടുണ്ട് 0.8 ആണ് തന്നിട്ടുണ്ട്. probability of A intersection B എന്താണ് 0.6 ആണ് തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് probability of B ആണ്. നമ്മളിവിടെ ഇക്വേഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ മുകളിൽ ഉത്തരം അറിയുന്ന ആൾക്ക് ഉറപ്പായിട്ടും താഴത്തെ ആൻസറും കൂടെ എഴുതാൻ പറ്റും. സോ probability of A intersection B is equal to probability of A into probability of B. അത് എപ്പോഴാണ് എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ മാത്രം. സോ ഇവിടെ എന്താണ് എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് എന്താണ് ഇത് തന്നെയാണ് ഇക്വേഷൻ. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ പ്രോബിലിറ്റി ഓഫ് ബി കണ്ടുപിടിച്ചൂടെ. പ്രോബിലിറ്റി ഓഫ് ബി ഒരു സൈഡിൽ വെക്കുക, മറ്റേ ആളെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ ഇവിടെ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ probability of A divided by probability of A. ഇവിടെ probability of A intersection B എന്ന് പറയുന്നത് 0.6 ആണ്. സോ 0.6 divided by probability of A എന്ന് പറയുന്നത് 0.8 ആണ്. സോ ദാറ്റ് ഈസ് 0.8. This is equal to 0.75. 0.75 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. 0.75 ആണ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത്. ടോട്ടൽ എത്ര ബോൾസ് ആണ് നമ്മളെ കയ്യിലുള്ളത്? ടോട്ടൽ എത്ര ബോൾസ് ആണ് നമ്മളെ കയ്യിലുള്ളത്? ദാറ്റ് ഈസ് 10 + 15 + 5 ദാറ്റ് ഈസ് 30. 30 ബോൾസ് ആണ് നമുക്ക് ടോട്ടലി നമ്മളെ കയ്യിൽ, നമ്മുടെ ബാഗിൽ 30 ബോളുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ചോദിച്ചിരിക്കുന്നത് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ റെഡ് ബോൾ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. സോ ആ 30-ല് 10 എണ്ണം എന്താ റെഡ് ബോൾ ആണ്. സോ അതാണ് നമ്മൾക്ക് അത് by 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബോൾ ഒഴികെ ബാക്കി ഇനി നമുക്ക് വേറെ ഏത് കളർ ബോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ 10 റെഡ് ബോളും ഉണ്ട്, 5 യെല്ലോ ബോൾസും ഉണ്ട്. സോ 10 + 5 is equal to 15. സോ 15/30 ചെയ്യുമ്പോൾ വീണ്ടും എന്താ 1/2 സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. 2 രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയന്റ് ആയ രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സി പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? a black ball or yellow ball. ഒന്നെങ്കിൽ അത് ബ്ലാക്ക് ബോൾ ആവാം, അല്ലെങ്കിൽ അത് യെല്ലോ ബോൾ ആവാം. സോ ഇവിടെ ബ്ലാക്ക് ബോൾസ് 15 എണ്ണം ഉണ്ട്, യെല്ലോ ബോൾസ് 5 എണ്ണമാണുള്ളത്. സോ ഇവിടെ പ്രോബിലിറ്റി എത്രയാണ് വരുന്നത്? a black or yellow ball. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി, ബ്ലാക്ക് അല്ലെങ്കിൽ യെല്ലോ കിട്ടിയാൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20/30. 20/30 that is equal to 2/3. സോ 2/3 ആണ് നമ്മളുടെ ഏതർ ബ്ലാക്ക് ഓർ യെല്ലോ, ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ബ്ലാക്കും യെല്ലോയും കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ആൻസർ. പ്രോബബിലിറ്റി ഓഫ് എ 0.3 ആണ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ബാർ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.3. 1 മൈനസ് 0.3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.7 ആണ്. 0.7 ആണ് നമ്മളുടെ ആൻസർ.
ഇനി നെക്സ്റ്റ് ഫോർ എ റാൻഡം എക്സ്പെരിമെന്റ് പ്രോബബിലിറ്റി ഓഫ് എ എന്നത് 0.25 ആണെന്ന് തന്നിട്ടുണ്ട് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.5 ആണ്. കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി തന്നെയാണ്. നമുക്ക് അറിയാം അതിന്റെ ഇക്വേഷൻ എന്താണെന്ന്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. That is probability of A and B. This is equal to 0.25 plus 0.5 minus 0.2. ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ എന്താ ഇതിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് this is equal to 0.75 minus 0.2. That is equal to 0.55. So probability of A union B എന്ന് പറയുന്നത് 0.55 ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എ ആൻഡ് ബി രണ്ട് ഇവന്റ്സ് ആണ്, റാൻഡം എക്സ്പെരിമെന്റ് രണ്ട് ഇവന്റ്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൽ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.25 ആണ്, പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.4 ആണ്, ആൻഡ് ഫൈനലി എ ഓർ ബി തന്നിട്ടുണ്ട് 0.5. ആദ്യം കണ്ടത് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ്. സോ പ്രോബിലിറ്റി ഓഫ് A or B is equal to probability of A plus probability of B minus probability of A and B ആണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഇതാണ്. സോ ഇതിൽ നിന്ന് എന്താ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി നമുക്ക് കണ്ടുപിടിക്കാൻ. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഒരു സൈഡിൽ വെക്കാം, ബാക്കി എല്ലാം നമുക്ക് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരാം. സോ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി is equal to probability of A plus probability of B minus probability of A or B. പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട് 0.25 ആണ് പ്ലസ് 0.4 മൈനസ് 0.5. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15. 0.15 ആണ് എന്താ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി. നമ്മളെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വരുന്നത് 0.15 ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. എ മാത്രം, അതിൽ ബിന്റെ ഒരു എലമെന്റ് പോലും പെട്ടുപോകരുത്. സോ നമ്മളിത് വെൻ ഡയഗ്രത്തിൽ വരച്ചു കഴിഞ്ഞാല് എ ഉണ്ട്, ബി ഉണ്ട്. ഇതാണ് നമ്മളുടെ എ, ഇതാണ് നമ്മുടെ ബി. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ എ ആൻഡ് ബി എന്ന് പറയുന്നത്. സോ എ മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷനാണ്, എ മാത്രം. അപ്പൊ അതിൽ നിന്ന് ഇത് മൊത്തത്തിലാണ് എ എന്ന് പറയുന്നത്. അതിലെന്താ ബിന്റെ ഒരു പോർഷൻ പോലും പാടില്ല. സോ നമുക്കിവിടെ ആരെയാണ് വേണ്ടത്? എ മാത്രം അയച്ചു കിട്ടണമെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നമ്മൾ അത് മൈനസ് ചെയ്യേണ്ടത്. സോ പ്രോബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. സോ അത് പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. പ്രോബിലിറ്റി ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.25 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് 0.15. സോ 0.15 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.10. 0.10 ആണ് നമ്മളെ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി എന്ന് വെച്ചെങ്കിൽ അത് 0.10 ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് നൺ, അതാണ് നമ്മുടെ സി ക്വസ്റ്റ്യൻ. പ്രോബിലിറ്റി ഓഫ് നൺ, നമ്മുടെ ടോട്ടൽ പ്രോബിലിറ്റി നമ്മൾ പറയാറുണ്ട്, അത് 1 ആണ്. ഇവിടെ നമുക്ക് ഇത് ടോട്ടൽ ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എ യൂണിയൻ ബി, ദാറ്റ് ഇസ് എ ഓർ ബി ആണ്. എ ഓർ ബി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എ ഓർ ബി എത്രയാണ്? 0.5 ആണ്. സോ പ്രോബിലിറ്റി ഓഫ് നൺ എന്ന് പറയുന്നത് 0.5 മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One card is drawn from a well-shuffled pack of 52 cards. What is the probability that a card will be a spade? Spade ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 13/52. കാരണം 13 കാർഡ്സ് ആണ് സ്പേഡിലുള്ളത്. നെക്സ്റ്റ്, നോട്ട് ആൻഡ് ഏസ്. ഏസ് നമുക്ക് 4 എണ്ണമാണുള്ളത്. സോ 42 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 48. നമ്മളെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 48/52. റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാഫ് റെഡും ഹാഫ് ബ്ലാക്കും ആണ് നമുക്കുള്ളത്. സോ ദാറ്റ് ഈസ്
26/52 that is equal to 1/2. Not a diamond. ഡയമണ്ട് കിട്ടരുത്. നമുക്ക് 4 ചിഹ്നങ്ങളാണുള്ളത്, ഡയമണ്ട്, ഹാർട്ട്, സ്പേഡ് ആൻഡ് ക്ലബ്സ്. സോ ബാക്കി 3 പാടുള്ളൂ. ഇവിടെ നമുക്ക് ഡയമണ്ട് ആണ് വേണ്ടാത്തത്. സോ 52 മൈനസ് 13 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 52 മൈനസ് 13 39. സോ അതാണ് നമ്മൾ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 39/52. ഇനി സ്പേഡ് ഓർ ആൻ ഏസ്, ഒന്നെങ്കിൽ സ്പേഡ് ആവാം അല്ലെങ്കിൽ ഏസ് ആവാം. ആ കേസിൽ എന്താണ്? യൂണിയൻ ആണ് നമുക്ക് വരുന്നത്. സോ ദാറ്റ് ഈസ് 13/52 പ്ലസ് ഏസ് എന്ന് പറയുമ്പോൾ 4/52. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്പേഡിൽ എന്താ ഒരു ഏസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഒരാളെ നമ്മൾ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 13/52. ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് 16/52. സോറി 16/52 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 2 coins are tossed together. 2 coins എന്താ ടോസ് ചെയ്തു, അതില് അതിന്റെ സാമ്പിൾ സ്പേസ് എഴുതണം. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു HH, HT, TH and TT. ഇനി വാട്ട് ഇസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads? നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/4 ആണ്. 4 നമ്മുടെ ടോട്ടൽ ഔട്ട്കംസ്. അതിൽ ഒരെണ്ണം മാത്രമാണ് 2 ഹെഡ് നമുക്കുള്ളത്. സോ 1/4 ആണ് നമ്മുടെ ആൻസർ. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 head. ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 head. ഒരു ഹെഡ് എങ്കിലും കുറഞ്ഞത് കിട്ടുക. സോ ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 head എന്ന് പറയുമ്പോൾ ഒന്നോ അതിൽ കൂടുതലോ കിട്ടാം, ഒന്നോ അതിൽ കൂടുതലോ ഹെഡ്സ് വേണമെങ്കിൽ കിട്ടാം. സോ ഒരു ഹെഡെങ്കിലും കുറഞ്ഞത് നമുക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ് അത് എത്രയാണ്? 2 ഉണ്ട്. ഇനി 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്. സോ ടോട്ടലി എത്ര ചാൻസ് ഉണ്ട്? നമുക്ക് 3 ചാൻസസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് 3/4. അതാണ് നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നെക്സ്റ്റ്, കോഫി ഷോപ്പ് ഹാസ് കോഫി മെഷീൻസ് A, B and C. 3 കോഫി മെഷീൻസ് ആണ് ഒരു കോഫി ഷോപ്പിലുള്ളത്. അതിൽ അവർ 25%, 35% ആൻഡ് 40% കോഫീസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് കോഫി ഡിഫക്റ്റീവ് ആണ്, അതായത് കുറച്ച് കാപ്പി കേടായിട്ടാണുള്ളത്. സോ അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3, 2 and 5 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു കസ്റ്റമർക്ക് മോശമായിട്ടുള്ള കാപ്പി, ഡിഫക്റ്റീവ് ആയിട്ടുള്ള കാപ്പി കിട്ടാനുള്ള ചാൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ടോട്ടൽ പ്രോബബിലിറ്റിന്റെ കോൺസെപ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എത്രയാണ്? ആ കോഫി മെഷീനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോഫി എന്ന് പറയുന്നത് 0.25. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.35 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് സി ഈസ് ഈക്വൽ ടു 0.40. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് കോഫി ഇൻ കോഫി മെഷീൻ എ. കോഫി മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എത്രയാണ് ഡിഫക്റ്റീവ് വരുന്നത്? അത് 3% ആണ്. സോ ദാറ്റ് ഇസ് 0.03. പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ ബി, അതായത് കോഫി മെഷീൻ ബിയിൽ എത്രയാണ് ഡിഫക്റ്റീവ് വരുന്നത്? അത് 0.02 ആണ്. പിന്നെ പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ സി, സി എന്നുള്ള കോഫി മെഷീനിൽ എത്രയാണ് ഡിഫക്റ്റീവ് ആയിട്ട് വരുന്നത്? അത് 0.05 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് കോഫി, അപ്പൊ ഡിഫക്റ്റീവ് ആയിട്ട് കേടായിട്ടുള്ള കാപ്പി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ സി. ഈ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കാം. സോ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.25 ഇൻറ്റു 0.03 plus 0.35 into 0.02 plus 0.4 into 0.05. നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.0345. 0.0345 ആണ് നമുക്ക് ഫൈനലി ഇതിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.0345 ആണ്.
ഇനി ഇതൊരു ബേസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ആൻസർ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഇത് ബേസ് തിയറത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് അത് എങ്ങനെയാണെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത് എന്ന് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കാം. ഇനി ഇവിടെ പ്രോബബിലിറ്റി ദാറ്റ് മിസ്റ്റർ ബിമൽ സ്റ്റഡീസ് ആൻഡ് പാസസ് ഹിസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം ഇസ് 17/20. സോ ബിമല് എ എന്ന് പറയുന്നത് നമുക്ക് എ എന്ന് പറയുന്നതിന് ബിമൽ സ്റ്റഡീസ് എന്നും ബി എന്നതിനെ നമുക്ക് ബിമൽ passes the exam. ബിമൽ passes the exam എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിമൽ പഠിച്ചാൽ എന്താ പാസ്സാവും. സോ പഠിക്കുകയും ചെയ്തു, പാസ്സാവുകയും ചെയ്തു. അതിന്റെ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 17/20 ആണ്. സോ അതെന്താ, എ ആൻഡ് ബി നടന്നു. സോ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ് അവിടെ നടന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 17/20. അതായത് എന്താ, പഠിക്കുകയും ചെയ്തു ബിമല്, അതുകൊണ്ട് എന്താ പാസ്സുമായി. സോ ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 17/20. ഇനി പ്രോബിലിറ്റി ഓഫ്, ഇനി എന്താണ് തന്നിരിക്കുന്നത്, പ്രോബിലിറ്റി ഓഫ് ബിമൽ സ്റ്റഡീസ്, ബിമൽ പഠിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 15/16 ആണ്. സോ ബിമൽ സ്റ്റഡി എന്നുള്ളതിനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എ എന്നായിരുന്നു. സോ പ്രോബിലിറ്റി ഓഫ് എ നമുക്ക് തന്നിരിക്കുന്നത് 15/16 ആണ്. Find the probability that he passes the statistics test given that he studied. എന്ന് വെച്ചാൽ എന്താണ്, ആള് സ്റ്റാറ്റിക് എക്സാം പാസ്സാവാനുള്ള നമ്മൾ കൊടുത്തിരുന്ന ഇവന്റ് എന്ന് പറയുന്നത് ബി ആയിരുന്നു. സോ പാസ്സായി, ഗിവൺ എന്താണ് കണ്ടീഷൻ, പഠിച്ചാലേ പാസ്സാവുള്ളൂ. സോ ആള് പഠിച്ചു, സോ പാസ്സായി. സോ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി ഗിവൺ ദാറ്റ് ഹി സ്റ്റഡീഡ്. സോ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് നമുക്ക് കണ്ടത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 17/20 ഡിവൈഡഡ് ബൈ 15/16. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.907. അത്രയാണ് എന്ത്, ബിമല് പാസ്സാവാനുള്ള ചാൻസ് ഗിവൺ ദ കണ്ടീഷൻ ഹി ഹാസ് സ്റ്റഡീഡ്. സോ ദാറ്റ് ഈസ് 0.907. അതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളെ ലാസ്റ്റ് ചാപ്റ്ററിലേക്കാണ്. അൽതാഫ്, ഇത് മാത്സിലെ കൊമേഴ്സ് അല്ല, ഇത് കൊമേഴ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മാത്സ് കൊമേഴ്സ് അല്ല, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. സോ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സാമ്പിൾ, സർവേ, സാമ്പിളിംഗ് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതില് എന്തുകൊണ്ടാണ് സാമ്പിളിംഗ് സർവേ സെൻസസിനെക്കാട്ടും പ്രിഫറബിൾ ആയിട്ടുള്ള 2 സിറ്റുവേഷൻ ആണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 സിറ്റുവേഷൻ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമ്മൾ കൊടുക്കുക? ദാറ്റ് ഈസ് population is infinitely large. Population is large or infinite. സോ വലിയൊരു പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് എന്താ, അതിൽ എല്ലാവരുടെയും വാല്യൂ കളക്ട് ചെയ്ത് അതിന്റെ ആൻസേഴ്സിലേക്ക് എത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ, സാമ്പിൾസ് കളക്ട് ചെയ്യും. പിന്നെന്താണ് സാമ്പിളിംഗ്, എന്താണ് ടൈം കൺസ്യൂമിങ് അല്ല, സാമ്പിളിംഗ് സേവ്സ് ടൈം. സാമ്പിളിംഗ് എന്താണ്, സേവ്സ് മണി. നമ്മൾ ഒരുപാട് സമയവും അതേപോലെ തന്നെ നമ്മളെ പൈസയും നമുക്ക് സാമ്പിളിംഗ് വഴി ലാഭിക്കാൻ പറ്റും. saves time and saves money. And if population is destroyed during units, the units നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ്സ് ആ സാമ്പിളിങ്ങിന്റെ സമയത്ത്, ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രോയ് ആയി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അതിന്റെ സാമ്പിൾ മാത്രമേ എടുക്കുള്ളൂ. യൂണിറ്റ്സ് അണ്ടർ സ്റ്റഡി ആർ ഡിസ്ട്രോയ്ഡ് ഡ്യൂറിങ് ഇൻസ്പെക്ഷൻ. ഇതിൽ ഏതെങ്കിലും 2 സിറ്റുവേഷൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. വേർ സാമ്പിളിംഗ് ഇസ് പ്രിഫേർഡ്, സാമ്പിൾ സർവേ ഇസ് പ്രിഫേർഡ് മോർ ദാൻ സെൻസസ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്, 3 നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 3 എണ്ണമാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് കോട്ട സാമ്പിളിംഗ്,
പിന്നെ കൺവീനിയൻസ് സാമ്പിളിംഗ്, and finally judgment sampling. ഇതാണ് നമ്മുടെ 3 നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് നമുക്ക് ഒരുപാടുണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക്, മൾട്ടി സ്റ്റേജ്, അങ്ങനെ ഒരുപാട്. പ്രോബബിലിറ്റിന്റെ കേസിലാണ് നമുക്ക് അതൊക്കെ ഉണ്ട്. നോൺ പ്രോബബിലിറ്റിക്ക് ആണെങ്കിൽ നമുക്ക് കോട്ട സാമ്പിളിംഗ്, കൺവീനിയൻസ് ആൻഡ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? ഇതിൽ ഏതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എല്ലാ ആൾക്കാരും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് മാത്രമാണ് ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് വരുന്നത്. സോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഇസ് ദി ആൻസർ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് കളക്ടിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, SRS എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിൾ ആണ്. അതിലെന്താണ്, റാൻഡം ആയിട്ടാണ് നമ്മൾ എലമെന്റ് സെലക്ട് ചെയ്യുന്നത്. അതിന്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത്, കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ ടേബിളും. അത് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ഇതിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ട് എടുത്തപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന്റെ ആ ഒരു ഡെഫിനിഷനും അതിന്റെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് 2, 3, 6, 8 and 11. റൈറ്റ് ഓൾ സിമ്പിൾ റാൻഡം സാമ്പിൾസ് ഓഫ് സൈസ് 2. സൈസ് 2 വരുന്ന സാമ്പിൾസ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ പോപ്പുലേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെ കേസാണ്. സോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇതിൽ പോപ്പുലേഷന്റെ സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് n നമുക്കുള്ളത് എത്രണ്ണാണ്? 1, 2, 3, 4, 5. സോ 5 ആണ് നമ്മളുടെ പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത്. 5 ആണ്. ഇവിടെ സാമ്പിൾ സൈസ് നമുക്ക് വേണ്ടത് 2 ആണ്. നമ്മൾ സാമ്പിളിന്റെ സൈസ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് 2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെ കേസിൽ നമുക്ക് നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കാൻ ഇക്വേഷൻ ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് സാമ്പിൾസ് ഈസ് ഈക്വൽ ടു NCN. ഇവിടെ ആകുമ്പോൾ 5C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോ 10 നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ആ 10 സാമ്പിൾസ് നമുക്ക് എഴുതാം. നമ്മളെ വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? 2, 3, 6, 8 and 11. 2, 3, 6, 8 and 11. അങ്ങനെയാണെങ്കിൽ നമ്മളെ സാമ്പിൾസ് ഇസ് ഈക്വൽ ടു 2, 3, 2, 6. ഇങ്ങനെയാണ് നമ്മൾ സാമ്പിൾ ചെയ്തത്. 2, 3, 2, 6, 2, 8, 2, 11. ഇനി അത് കഴിഞ്ഞ് അടുത്ത നമ്പറിലേക്ക് വരാം. ആ നമ്പറും എല്ലാവരുമായിട്ട് മാച്ച് ചെയ്യുക. പിന്നെ അടുത്ത നമ്പർ വരിക, ആ നമ്പർ ബാക്കി നമ്പേഴ്സ് ആയിട്ട് മാച്ച് ചെയ്യുക. ദെൻ ഫൈനലി 8 and 11. ഇതാണ് നമ്മളെ സാമ്പിൾസ് എന്ന് പറയുന്നത്. 2, 6, 2, 8, 2, 11. നെക്സ്റ്റ് 3, 6, 3, 8, 3, 11, 6, 8, 6, 11 ആൻഡ് ഫൈനലി 8, 11. ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് 10 സാമ്പിൾസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. 10 സാമ്പിൾസ് ആണ് നമുക്ക് ഈ ഒരു പോപ്പുലേഷൻ സൈസ് 5 നിന്ന് നമ്മൾ സാമ്പിൾ സൈസ് 2 ആയിട്ടുള്ള 10 സാമ്പിൾസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡാഷ് ഇസ് എ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. ഏതാണ് ഇതിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൾട്ടി സ്റ്റേജ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡും എല്ലാവരും പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. സോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് കോട്ട സാമ്പിളിംഗ് ആണ്. എക്സ്പ്ലെയിൻ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിൽ ഫസ്റ്റ് എലമെന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് എലമെന്റ് ചോസൺ ബൈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വഴി നമ്മൾ ഏതെങ്കിലും ആദ്യമായിട്ടൊരു എലമെന്റ് ചൂസ് ചെയ്യും. പിന്നെ നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത ഇന്റർവെൽസ് വെച്ചിട്ടാണ് ബാക്കി എല്ലാ എലമെന്റ്സും ചൂസ് ചെയ്യുക. റെസ്റ്റ് എലമെന്റ്സ് ചോസൺ ബൈ predetermined intervals. സോ ഇപ്പൊ നമ്മളെ കയ്യില് 48 യൂണിറ്റ്സ് ഉള്ള 48 യൂണിറ്റ്സ്, ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 48 ആണ്. 48 നമ്പേഴ്സ് ഉണ്ട് നമ്മളെ കയ്യിൽ, ഏതെങ്കിലും ഒരു 48 എണ്ണം. അതില് നമുക്ക് 8 സാമ്പിൾസ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. 8 സാമ്പിൾസ് ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് 8 എണ്ണം നമുക്ക് ചൂസ് ചെയ്യണം. 8 to be chosen. 8 എണ്ണം നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഇന്റർവെലിന്റെ സൈസ് എന്ന് പറയുന്നത് 48/8 ആണ്.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പൊ നമ്മൾ ഇന്റർവെല്ലിന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എലമെന്റ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വഴി നമ്മൾ ഫസ്റ്റ് എലമെന്റ് നമ്മൾ ചൂസ് ചെയ്തു. ജസ്റ്റ് സേ ദാറ്റ് ഇസ് ദി തേർഡ് എലമെന്റ് ആണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വഴി ഫസ്റ്റ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി തേർഡ് എലമെന്റ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 6 എണ്ണം കഴിഞ്ഞിട്ടാണ്. സോ 3 + 6. ഇനി അടുത്ത് നമ്മൾ 9th എലമെന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ 9 + 6 ദാറ്റ് ഈസ് 15. പിന്നെ അടുത്ത 6 വരുമ്പോൾ ദാറ്റ് ഈസ് 21. അങ്ങനെയാണ് നമ്മൾ ഈ എലമെന്റ്സ് ചൂസ് ചെയ്യുക. അങ്ങനെ 8 എലമെന്റ്സ് നമുക്ക് കിട്ടും. സോ ഈ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ 21, 27, 33, 39 ആൻഡ് ഫൈനലി 45. ഇവിടെ എന്താണ് 45th എലമെന്റ്. ഇതൊക്കെ എന്താ ഈ 48 യൂണിറ്റ്സിന്റെ അകത്താണ് വരുന്നത്. സോ 1, 2, 3, 4, 5, 6, 7, 8 8 എലമെന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ആദ്യം ചൂസ് ചെയ്യേണ്ട നമ്പർ 1 തൊട്ട് 6ന്റെ ഇടയിലുള്ള ആളായിരിക്കണം. 6 ആണ് നമ്മൾ ഇന്റർവെൽ എന്ന് പറഞ്ഞു. സോ 1 to 6ന്റെ ഇടയിലുള്ള ഒരാളെ ആയിരിക്കും നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്കി നമ്മൾ ഈ ഇന്റർവെൽസ് വെച്ചിട്ട് നമ്മൾ അത് ചൂസ് ചെയ്ത് പോവാം. ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു രീതിയുണ്ട്, അതിന് ഇന്റർവെൽ സെലക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുക. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് വെച്ചിട്ട് എങ്ങനെയാണ് സാമ്പിൾസ് എഴുതുക എന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് ഓവർ സാമ്പിളിംഗ് ഓവർ സെൻസസ്, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ദ നമ്പർ ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്സ് വിത്ത് സൈസ് n ആണെങ്കിൽ എത്രയാണ് നമ്മൾ എടുക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് സാമ്പിൾസ്, ദാറ്റ് ഈസ് NCN. പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. സോ അത് നിങ്ങൾ എഴുതുക. സോ ഇത്രയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ലാസ്റ്റിലെ 5 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻസും ഇതിന്റെ PPTയും എല്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ് അവസാനിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള എക്സാമ്പിൾസും ഇതിന്റെ എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. So do join the community. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. So bye and good night.